ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ. ഒരു 1/2 കിലോ ബേസ് ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇത്. ഹണിയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ഇതും ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇത് ഹണി ഒരു 15 ഗ്രാം ഉണ്ട് കേട്ടോ. 15 ml ഉണ്ട്. ഇതാണെങ്കിൽ എന്താണ് ആൽമണ്ട് ഓയിൽ, അതായത് സ്വീറ്റ് ആൽമണ്ട് ഓയിലല്ല, വെർജിൻ ആൽമണ്ട് ഓയിലാണ്. ഇതൊരു 8 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു അര കിലോയ്ക്കുള്ള അളവാണിത്. പിന്നെ ഇത് വെജ് ഗ്ലിസറിൻ, അതൊരു 10 ml ഉണ്ട് കേട്ടോ. 10 ml ഉണ്ട് കേട്ടോ വെജ് ഗ്ലിസറിൻ. പിന്നെ ഇത് നമുക്ക് പിയേഴ്സിൻ്റെ സ്മെല്ലാണ്. ഇത് ഒരു 12 ml ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇനി വേണ്ടത് പിയേഴ്സിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, ആരും ഒന്നും അങ്ങനെ കമൻ്റ് ഇടണില്ല, ലൈക്കൊന്നും തന്നില്ല. ലൈക്കൊക്കെ തന്നാലല്ലേ ഞാൻ ഇത്രയൊക്കെ പാടോട്ടിട്ട് അത് എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളൊരു ചെറിയ ലൈക്കൊക്കെ വേണ്ടേ. അപ്പോൾ ലൈക്കും തന്ന് നിങ്ങളുടെ കമൻറ്റൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും. കുറേ പേര് വിളിച്ചിട്ട് ചേച്ചി ആ വീഡിയോ സോപ്പ് ഉണ്ടാക്കണ കറക്റ്റ് മെഷർമെൻറ്റ് പറയണ വീഡിയോ ഒന്ന് ഇട്ട് തരുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ബെല്ലൈക്കണൊന്ന് അമർത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും വന്നോളൂല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഇട്ട് തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ബേസ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ഇതേപോലെ ഒരേ സർക്കിളിലേക്ക് മാത്രം ഇങ്ങനെ, ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം ഇങ്ങനെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കി അപ്പം അത് ആക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റബ്ബിങ് ആൽക്കഹോളൊന്നും അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹണി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹണിയൊന്നും വേണമെന്നില്ല, പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരു എല്ലാം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം എന്നേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചേർക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയണ. ഇത് ആൽമണ്ട് ഓയിലാണ്, വെർജിൻ ആൽമണ്ട് ഓയിൽ. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. 10 ml ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യത്തിന് കളറ് ചേർത്ത് കൊടുക്കാം. ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 3 എണ്ണം ചേർത്തിട്ടാണ്, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ സാവധാനം ഇളക്കിയാലേ പതയൊന്നും വരാതെ ഇരിക്കും കേട്ടോ. ഇത്രയും മതി എന്ന് തോന്നണം. ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രോപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് 1/2 കിലോയ്ക്ക് 12 ml ഉണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാവരും കണ്ടില്ലേ. ഈ മെഷർമെൻറ്റൊക്കെ ചോദിച്ച് വിളിക്കണവർ ഇതേ ഇങ്ങനെ ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോപ്പ് നല്ല രീതിക്ക് കിട്ടും കേട്ടോ. പിന്നെ എല്ലാ ബേസിൻ്റെയും അളവ് ഇതായിരിക്കില്ല കേട്ടോ. നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ബേസൊക്കെ ആകുമ്പോൾ ഇതിൽ ചേർക്കണ ഇൻഗ്രീഡിയൻസൊക്കെ ഇനിയും കുറയ്ക്കേണ്ടി വരും.
ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പറ്റും. ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാം ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ ബേസിനും ഈ ഒരു അളവിൽ എടുക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് ക്വാളിറ്റി കുറഞ്ഞ ബേസ് ആണെങ്കിൽ അതനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കുറക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാനത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. റബ്ബിങ് ആൽക്കഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കണ്ടമ്മ സാവധാനം ഇത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ റബ്ബിങ് ആൽക്കഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 50 ഗ്രാമിൻ്റെ സോപ്പും കൂടിയും കിട്ടിയിട്ടുണ്ട്. നമുക്കിതിവിടെ ഒന്ന് സെറ്റായിട്ട് അൺമോൾഡാണ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ സോപ്പിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ സോപ്പിൻ്റെ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു തരാം. വേണ്ടവർ പറഞ്ഞാൽ മതി. അതുപോലെ ലിപ് ബാം, റോസ്മേരി വാട്ടർ, അതുപോലെ ഓർഗാനിക് പ്രോഡക്റ്റ്സ് കുറച്ചുണ്ട്. അപ്പം അതെല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഞാൻ അയച്ചു തരാം. നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കറക്റ്റ് പിയേഴ്സ് സോപ്പ്. ഇത് 50 ഗ്രാമിൻ്റെതായിരുന്നു കേട്ടോ. കണ്ടില്ലേ? ഇത് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ ഞാനിതിൽ പറഞ്ഞേക്കണം. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഹണിയും മറ്റേ ആൽമണ്ട് ഓയിലും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വെക്കാം കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ നമ്മുടെ സ്കിന്നിന് അത്രക്കും ബെനിഫിറ്റ് കിട്ടും. കണ്ടില്ലേ? നമ്മുടെ പിയേഴ്സ് സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. നമ്മൾ കൊടുക്കുന്ന സ്മെല്ലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ബേസായാലും അതുപോലെ സ്മെല്ലായാലും എല്ലാ പ്രോഡക്റ്റും അത്രയധികം ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകളാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ? നല്ല കട്ടിയാണ് കേട്ടോ ഈ സോപ്പിന്. നല്ല കല്ല് പോലെ ഇരിക്കണം. നല്ല കട്ടിയുണ്ട്, നല്ല പതയുണ്ട് കേട്ടോ. നമ്മുടെ പിയേഴ്സ് സോപ്പ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അത്രക്ക് നല്ല എല്ലാ നമ്മുടെ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മളെല്ലാം ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കാൻ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ 1-2 വട്ടം ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പുതിയതായിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കണവർ ഒട്ടും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ക്വാളിറ്റി ബേസ് എടുത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് അതിൻ്റെയൊക്കെ ഒരളവ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല സോപ്പായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ബേസൊക്കെ എടുക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ആ സോപ്പിന് ബലം ഉണ്ടാവില്ല, പത ഉണ്ടാവില്ല.
പിന്നെ ഒരു വട്ടം അതുകൊണ്ട് കുളിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ അത് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർക്ക് നമ്മുടെ സോപ്പൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയാം കേട്ടോ. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ലൈക്കൊക്കെ തന്ന് എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ തരണമെങ്കിൽ നാളെ നിങ്ങൾക്ക് സാധനം കിട്ടും. നമ്മുടെ DTDC കൊറിയറാണ്, നല്ല സ്പീഡ് കൊറിയറാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഓക്കേ.